തോമസ് കെ തോമസ്. സാർ, കേരളത്തിലുള്ള ക്ഷീര കർഷകർക്ക് വേണ്ടിയും കുട്ടനാട്ടിലെ താറാവ് കർഷകരും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംരക്ഷണം കൊണ്ടുവരുന്നത്. കാരണം കേരളത്തിൽ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. എന്നാൽ കന്നുകാലി വളർത്തൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന കർഷകർക്ക് കഴിയുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് സാർ. കുട്ടനാട് ഒരു കാർഷിക മേഖലയാണ്. കന്നുകാലി വളർത്താൻ നല്ല സൗകര്യമുള്ള പ്രദേശത്താണ്. ഞങ്ങൾക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ കർഷകരുടെ അവസ്ഥ വളരെ പ്രയാസകരമാണ്. അത് കാരണം കന്നുകാലി തീറ്റയുടെ അശാസ്ത്രീയമായ വർധനവും പാൽ വില ഉൽപ്പാദന ചെലവിൻ്റെ അനുപാതികമായി ലഭിക്കാത്തതുമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നല്ല ഇനം കന്നുകാലികളെ ലഭിക്കാത്തതും ഒരു വലിയ പ്രശ്നമാണ്. ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനം വലിയ ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണിത്. ക്ഷീര കർഷകർക്ക് പലിശ രഹിത സബ്സിഡി വായ്പ അനുവദിക്കുക, പാലിന് ന്യായമായ വില ഉറപ്പുവരുത്തുക, സംഭരണ വിതരണ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, വില കുറച്ച് കാലിത്തീറ്റ ലഭ്യമാക്കാനുള്ള തുടങ്ങിയ ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുക, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വ്യത്യാസമില്ലാതെ എല്ലാ ക്ഷീര കർഷകരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുട്ടനാട്ടിൽ നഷ്ടപ്പെട്ടു പോയ താറാവ് കർഷകരുടെയും അതുപോലെ കോഴി കർഷകരുടെയും 80% ഫണ്ട് പൈസ അങ്ങ് മടക്കി കൊടുത്തു. 20% കിട്ടാനുണ്ട്. അടിയന്തരമായി ആ വിഷയം കൂടെ പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സംരക്ഷണം കൂടി ഞാൻ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. സർ, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്ന് മിൽമയും ക്ഷീരവികസന വകുപ്പും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. 2024-2025 വർഷത്തിൽ ക്ഷീര കർഷകർക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിദരിദ്ര കുടുംബങ്ങളിൽപ്പെടുന്ന ആൾക്കാർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രത്യേക പദ്ധതി കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി കൊടുത്തിട്ടുണ്ട്. വാണിജ്യ ഡയറി ഫാമുകൾക്ക് യുവാക്കൾക്കായിട്ടുള്ള സ്മാർട്ട് ഡയറി ഫാമുകൾ പ്രത്യേക സഹായ പദ്ധതി, അതോടൊപ്പം തന്നെ ക്ഷീരലയം തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖലയിലെയും കയർ മേഖലയിലെയും തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പദ്ധതികൾ, സ്പെഷ്യൽ ഡയറി പാക്കേജ്, അതോടൊപ്പം തന്നെ ജോയിൻറ്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾക്കുള്ള സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് പശു വളർത്തലും പാലുൽപ്പന്ന നിർമ്മാണം, ബയോ ഇൻപുട്സ്, തീറ്റപ്പുൽ കൃഷി, അതെല്ലാം പ്രത്യേക പദ്ധതികളായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ പറഞ്ഞതുപോലെ ബാങ്ക് വായ്പയിൽ 5 പശുക്കളെ എടുക്കുന്നവർക്കും 10 പശുക്കളെ എടുക്കുന്നവർക്കും പലിശ ഇളവ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഒരു വർഷം ഒരു കർഷകന് 3 ലക്ഷം രൂപ വരെ പലിശ ഇളവ് കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് ഈ 5 പശുവിൻ്റെയും 10 പശുവിൻ്റെയും. അതോടൊപ്പം തന്നെ 50 കിടാരി വീതമുള്ള കിടാരി പാർക്ക് പദ്ധതി കൊടുക്കുന്നുണ്ട്. 8 മാസം വരെ ഗർഭാവസ്ഥ മുതൽ പ്രസവശേഷം 3 മാസം വരെയുള്ള പശുക്കൾക്ക് പ്രത്യേക ആരോഗ്യ സംരക്ഷണ പദ്ധതി കൊടുക്കുന്നുണ്ട്. വയനാട് ജില്ലയ്ക്ക് സ്പെഷ്യൽ ക്ഷീരവികസന പാക്കേജ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്ക് 24-25 വർഷക്കാലം കൊണ്ട് 1624.36 ലക്ഷം രൂപ ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് 2021-22 തന്നെ 121 കോടി രൂപയാണ് അവർ ചെലവഴിച്ചത്. 22-23 വർഷം 140 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വർഷം 2023-24 132 കോടി രൂപ. അങ്ങനെ നമ്മുടെ ഏകദേശം 95% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ക്ഷീരവികസന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 2024-25 മുതൽ കേരളത്തിലെ പാലുൽപാദന മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 50 ഫോക്കസ് ബ്ലോക്കുകളിൽ ഉരുക്കളെ വാങ്ങുന്ന സ്പെഷ്യൽ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിലേക്കായി സാമ്പത്തിക വർഷം മിൽമ ഫെഡറേഷൻ മേഖലാ യൂണിയനുകൾ ചേർന്ന് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അധിക പാൽ വിലയിൽ മാത്രം 157.99 കോടി രൂപയാണ് അവർ പാൽ വിലയായിട്ട് കൊടുത്തിട്ടുള്ളത്, സബ്സിഡിയായിട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മിൽമ മേഖലാ യൂണിയനുകളിൽ ക്ഷീര കർഷകർക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 96.8 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2005 മുതൽ പാലുൽപാദനം താരതമ്യ കണക്ക് പ്രകാരം ഏപ്രിൽ മാസം മുതൽ അത് വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കണക്കുകൾ നമ്മൾ പറഞ്ഞാൽ 2025 ഒരു ദിവസം
പ്രതിദിനം നമുക്ക് മിനിസ്റ്റർ, 2.64 നീണ്ടതാണോ? ലക്ഷം പാലാണ് നമ്മളിപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ വർഷം 2.83 ലക്ഷം പാലാണ് എറണാകുളം മേഖല. എന്നാൽ മലബാർ മേഖലയിൽ 6.71 ലക്ഷം ലിറ്റർ പാല് അവിടെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ വലിയ വർധനവ് ഇത്തവണ പാലുൽപാദന രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് 1 ലിറ്റർ പാലിന് 34.72 രൂപയാണ് അവർ കൊടുക്കുന്നത്. കർണാടക കൊടുക്കുന്നത് 35.20 രൂപയാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ 43.17 രൂപ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2011 സെപ്റ്റംബർ 1 ഇത്ര നമ്പർ കേസിൻ്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, നമുക്കറിയാം പക്ഷികളെ മുഴുവൻ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കി. അതിൻ്റെ 80% പണം കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. 20% പണവും കൂടി ഇപ്പോൾ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പന്നി കർഷകർക്കും അവരുടെ മുഴുവൻ പണവും കൊടുക്കുവാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. അത് കൊടുക്കാനുള്ള നടപടി